കേരളം പച്ചപ്പും പ്രകൃതിയും നിറഞ്ഞ ഒരു നാട്. മഴയും കാടുകളും നദികളും നിറഞ്ഞ ഈ ഭൂമിയിൽ കാലത്തിന്റെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന അനേകം കഥകളുണ്ട്. ജനവിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, മനുഷ്യരുടെ ഭയങ്ങളും ചിന്തകളും ചേർന്ന് രൂപപ്പെട്ട കഥകൾ. അവയിലേറെ പ്രസിദ്ധമായ ഒരു കഥയാണ് ഒടിയൻ എന്ന രഹസ്യ മനുഷ്യന്റെ കഥ. എൻ്റെ പേര് രാമൻ എന്നാണ്. ഞാൻ പീഡിയയിൽ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ അച്ഛനായിട്ട് പറയുന്നത് കേട്ട സംഗതിയാണ് എൻ്റെ മുത്തശ്ശൻ്റെ കാര്യങ്ങൾ. അന്നത്തെ കാലത്ത് ഒടിയനെ പറ്റിയും മറ്റു വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാളൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ഒടിയനെ പറ്റിയും ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും അയാൾ ഒടിയനെ മറിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ ഒന്നും നിന്നിട്ടില്ല അയാൾ. അപ്പോൾ അയാൾ അന്നത്തെ കാലത്ത് പേടിയില്ലാതെ രാത്രിയില്ല സമയമില്ലാത്ത സമയങ്ങളിലെല്ലാം പോകും വരും ചെയ്യും. അതേപോലെ തന്നെയാണ് പിന്നെ ശവപ്പോട്ടയാണെങ്കിലും പോയി ശവത്തിന് എടുക്കാനും കൊണ്ടുപോകാനും ഒക്കെ ധൈര്യപ്പെട്ട ഒരാളായിരുന്നു. ഇതും വെറും ഒരു ഭയക്കഥയല്ല. കേരളത്തിന്റെ ഗ്രാമീണ സംസ്കാരത്തോടും വിശ്വാസങ്ങളോടും ചേർന്ന ഒരു ജനകഥയാണ്. കേരളത്തിന്റെ കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ജില്ലയാണ് പാലക്കാട്. കാറ്റിന്റെ നാട് എന്നറിയപ്പെടുന്ന ഈ പ്രദേശം പർവ്വതങ്ങളും വയലുകളും കാടുകളും ചേർന്ന ഒരു പ്രകൃതി സൗന്ദര്യമാണ്. അയാളുടെ മുഖ്യ തൊഴിൽ കാവലാണ്. രാവിലെ പകലില്ലാതെ കാവലായിരുന്നു. അപ്പോൾ ഒരു ദിവസം കാവലിന് പോവുകയാണ്. പോകുമ്പോൾ റെയിൽവേ ട്രാക്ക് പുതിനകരം റെയിൽവേ ട്രാക്കിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്താണ് ഒരു നായി പിന്നാലെ വന്നത്. അപ്പോൾ കൂടെ മൂത്ത മകനുണ്ടായിരുന്നു. അയാളുടെ പേര് അയ്യൻ എന്നാണ്. അപ്പോൾ അയാളും മുത്തപ്പൻ മുമ്പിൽ പോവുക, ഈ അയ്യൻ മൂത്ത മകൻ പിന്നാലെ പോവുക. പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നായി പിന്നാലെ വന്നപ്പോൾ നായി നടന്ന് നാക്കഴിഞ്ഞപ്പോൾ മുത്തപ്പൻ്റെ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി കൊണ്ട് ഈ നാക്കിലേക്ക് ഈ മൂത്ത മകൻ തല്ലിയതും വടി ഉടയിലെ ചുറ്റുകെട്ടിയ വടിയായിരുന്നു. പക്ഷേ ഇതിന് നാക്കിൽ തട്ടിയോണ്ട് അത് ഉടഞ്ഞു. പിന്നീട് കൊല്ലംകോടായിരുന്നു ഇയാളുടെ സ്ഥലം നോക്കാൻ പോണത്, കാവലിന് പോണത് കൊല്ലംകോടായിരുന്നു. അപ്പോൾ പോകുന്നേരം വഴി അങ്ങനെ പോകുമ്പോഴാണ് ഈ ട്രാക്കിലൂടെ ഈ നായിനെ കണ്ടതും തല്ലണതും. പഴയ കാലങ്ങളിൽ ഒടിയൻ കഥകളുമായി ഈ പ്രദേശം ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇന്നും ഗ്രാമത്തിൽ മുതിർന്നവർ ഒടിയൻ എന്ന കഥകൾ ഓർക്കുന്നു. കേരളത്തിൽ അത് ഒടിയനായിരുന്നെങ്കിൽ മറ്റു പല നാടുകളിൽ മറ്റു പല പേരുകളിൽ അറിയപ്പെട്ടിരുന്നു, പല രൂപങ്ങളായി. ഓസ്ട്രേലിയയിൽ അത് വെയർവോൾഫായിരുന്നു. തമിഴ്നാട്ടിൽ അത് മറ്റൊരു രൂപമായിരുന്നു. ജനവിശ്വാസങ്ങൾ പ്രകാരം ഒടിയൻ എന്നതൊരു പ്രത്യേക ശക്തിയുള്ള മനുഷ്യനാണ്. അവൻ രാത്രിയുടെ ഇരുട്ടിൽ രൂപം മാറാൻ കഴിയുമെന്നാണ് പഴയകാല വിശ്വാസം. മൃഗങ്ങളുടെ രൂപത്തിലേക്ക് മാറി വഴിയാത്രക്കാരെ ഭയപ്പെടുത്തുന്ന ഒരാൾ. നായയുടെയും കാളയുടെയും അല്ലെങ്കിൽ മറ്റെല്ലാ മൃഗങ്ങളുടെയും രൂപത്തിലേക്ക് മാറി ഒടിയൻ ആളുകളെ ഭയപ്പെടുത്തുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഒടിയന് മന്ത്രം ഒന്നുമില്ല. കാരണം അന്ന് വെളിച്ചം കുറവാണല്ലോ. ആ വെളിച്ചം കുറവിൽ അന്ന് നടക്കുന്ന സംഭവമാണ് ഇത് കംപ്ലീറ്റ് ഈ ഒടിയനും ഇതൊക്കെ. അപ്പോൾ വെളിച്ചം വന്ന കറണ്ട് എല്ലാവരുടെയും വന്നപ്പോൾ
അതില്ലാണ്ടായി. ആ കാലത്ത് ആളുകൾ രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ ഭയപ്പെട്ടു. വഴിയാത്രക്കാർക്കും കർഷകർക്കും ഒടിയനെ കുറിച്ചുള്ള ഭയമുണ്ടായിരുന്നു. ചിലർ വിശ്വസിച്ചത് ഒടിയനെ ചിലർ സമ്പന്നർ അവരുടെ ശത്രുക്കളെ ഭയപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്നു എന്നാണ്. ഇങ്ങനെ ഒടിയൻ കഥകളിൽ ഗ്രാമങ്ങളിൽ വ്യാപിച്ചു തുടങ്ങി. ഒടിയനെ കുറിച്ച് പല വിശ്വാസങ്ങളും ഉണ്ടായിരുന്നു. ഒടിയൻ പ്രത്യേക മന്ത്രങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ച് രൂപമാറുമെന്നാണ് ആളുകൾ കരുതിയത്. പക്ഷേ ഈ കഥകളിൽ പലതും മനുഷ്യന്റെ ഭയവും കൽപ്പനകളും ചേർന്നതാണ്. തേങ്കുറിശ്ശി ഗ്രാമത്തിൽ ഒടിയനെ കുറിച്ച് പല കഥകളും തലമുറകളിലൂടെ പറഞ്ഞു പോകുന്നു. രാത്രിയിൽ വയലുകൾക്കിടയിൽ അപ്രതീക്ഷിതമാകുന്ന കേൾക്കുന്ന ശബ്ദങ്ങളായി ഒടിയൻ മാറിക്കഴിഞ്ഞു. അല്ലെങ്കിൽ അകലെ കാണുന്ന അന്യമായ നിഴലുകൾ, ഇവയെല്ലാം ഒടിയനുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു. പിന്നെ പല വിധത്തിലുള്ള ശബ്ദങ്ങൾ. ഒരു ശബ്ദം ഞാൻ പറഞ്ഞുതരാം. ഈ മുട്ടിപ്പാനി അറിയോ? കണ്ടിട്ടുണ്ടോ? മുട്ടിപ്പാനി കണ്ടിട്ടില്ലല്ലോ. മുട്ടിപ്പാനിയിൽ ജവ് പറഞ്ഞ സാധനമുണ്ട്. അത് ഒട്ടിയിട്ട് ഈ ഓലയിട്ടിട്ട് ഇങ്ങനെ വലിക്കും. വെള്ളം നനച്ച് വലിച്ചു കഴിഞ്ഞാൽ അതൊരു പുലിൻ്റെ ശബ്ദമായിരിക്കും വരിക. അങ്ങനെ പല ശബ്ദങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ പേടിപ്പെടുത്തി വിടുകയെന്നല്ലാതെ അയാൾ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഒടിയനോട് മല്ലിടാനുള്ള കഴിവുള്ള ആൾ തന്നെയാണ് അയാൾ. പിന്നെ ഒടിയനെ പറ്റി പറയാൻ അയാളെ കൂടുതലും വേറെ ഒരാളെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ല. ഈ ഇങ്ങോട്ട് വന്നതിനെ തിരിച്ച് അങ്ങോട്ട് വിടുക, അത് മാത്രമേ. പിന്നെ ഈ പറയുന്നത് കംപ്ലീറ്റും ഈ ചവിട്ട കൊല്ലുക ചെയ്യുന്നതൊക്കെ അതത് ആയുധങ്ങൾ കയ്യിലുണ്ട്. അതുകൊണ്ടൊക്കെ ചെയ്യുക തന്നെ. ഒക്കെ പേടിച്ച് അരണ്ടിട്ട് ഓടുന്ന സമയത്തായിരിക്കും അതെല്ലാം ചെയ്യുക. എന്നാൽ ഒടിയൻ കഥകൾ വെറും ഭയപ്പെടുത്തുന്ന കഥകൾ മാത്രമല്ല, അവ ഗ്രാമീണ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. പഴയ കാലത്ത് ആളുകൾ അവരുടെ അനുഭവങ്ങളും ഭയങ്ങളും കഥകളിലൂടെ പങ്കുവച്ചിരുന്നു. ഇന്ന് ശാസ്ത്രവും അറിവും വളർന്ന കാലമാണ്. ഇന്ന് പലരും ഒടിയനെ കഥകളിൽ ജനകഥയായിട്ടാണ് കാണുന്നത്. പഴയകാല മനുഷ്യരുടെ ജീവിതവും അവരുടെ ചിന്തകളും മനസ്സിലാക്കാൻ സഹായിക്കുന്ന കഥ. ഇന്ന് ഒടിയൻ കഥകൾ നമ്മെ ഭയപ്പെടുത്തുന്നതിനേക്കാൾ ചരിത്രം, സംസ്കാരവും ഓർമ്മിപ്പിക്കുന്നു. പാലക്കാട് ജില്ലയിലെ തേങ്കുറിശ്ശി ഗ്രാമത്തിൽ ജനിച്ച ഈ കഥകൾ ഇന്നും ജനങ്ങളുടെ ഓർമ്മയിൽ ജീവിക്കുന്നു. ഭയവും വിശ്വാസവും ചേർന്ന കേരളത്തിന്റെ ഒരു പഴയ ജനകഥ. അതിന്റെ പേരാണ് ഒടിയൻ. രാത്രി പോയപ്പോഴാണ് സംഭവം അറിയുന്നത്. വേറൊരു കൊട്ട് അപ്പുറത്ത് കേൾക്കുന്നു. അത് ഒടിയൻ്റെ ഈ തല്ലിയ നായിൻ്റെ പണിയാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെന്തോ ഇയാൾ ചെയ്ത് പിന്നെ ആ ഭാഗത്ത് ആ ശല്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇയാൾ കാവലിന് പോക്കും വരവൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു പിന്നെ കൊട്ടിവിളി നടത്തുക, അതാണ് ഉടുക്കുകൊട്ടലും ഇതായിരുന്നു. അപ്പോൾ ഒരു ദിവസം അത് ഈ പുലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ അവിടെയായിരുന്നു കൊട്ടുവിളി നടത്തിയത്. അപ്പോൾ കൊട്ടുവിളി നടത്തുമ്പോൾ അവിടെ ഒരു കാരണവരുണ്ടായിരുന്നു, ഒരു പൂജാരി. അയാൾ പിന്നെ ഇയാളെ പരിഹസിച്ചുകൊണ്ട് മൂപ്പാന്ന് തുടങ്ങട്ടെ എന്ന് പറഞ്ഞ് തുടങ്ങി. അവർക്ക് പ്രത്യേക തന്ത്രശക്തികൾ ഉണ്ടായിരുന്നു. മാന്ത്രിക വിദ്യകളിലും ഒക്കാൾട്ട് വിദ്യകളിലും പരിശീലനം നേടിയവരാണ് അവർ. രൂപം മാറാനുള്ള കഴിവ്, അതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. പുലിയായി, നായയായി, കാളയായി, അല്ലെങ്കിൽ മനുഷ്യനായി പോലും ഈ രൂപങ്ങൾ ഉപയോഗിച്ച് അവർ രാത്രിയിൽ സഞ്ചരിക്കുമെന്നാണ് വിശ്വാസം. ചില കഥകൾ പറയുന്നു, ഒടിയന്മാർ ശരീരം അടക്കി ചുരുട്ടി വളരെ വേഗത്തിൽ ഓടും. ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഇത് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ആ കാലത്ത് വിശ്വാസം തന്നെയായിരുന്നു സത്യം. രാത്രിയിൽ കേൾക്കുന്ന ശബ്ദം, കാട്ടിൽ ചലിക്കുന്ന ഇലകൾ, മൃഗങ്ങളുടെ നിലവിളികൾ, ഇവയെല്ലാം ഒടിയന്റെ സാന്നിധ്യം. എന്നെ ഭീകരനാക്കി മാറ്റിയത് ഈ സമൂഹം തന്നെയാണ്. ഭയം ആയുധമാക്കി ജീവിക്കേണ്ടി വന്നവൻ ഞാൻ.